സമയത്ത് ഞങ്ങൾ പോകുള്ളൂ. അല്ല ഞങ്ങൾ ഇടയ്ക്ക് മാറുന്നില്ല. അവരെപ്പം പോകണം അപ്പം ഞങ്ങൾ പോകും. കാലങ്ങളായി താമസിക്കുന്ന സ്ഥലം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇപ്പോഴാണ് അവർക്ക് സ്ഥലം ഉണ്ടായുള്ളൂ. നേരത്തെ ഉണ്ടായില്ല. ഇപ്പം അളക്കാൻ പറഞ്ഞാൽ അവർ അളക്കില്ലാത്ത എന്താന്നേ. ആളൊന്നും പുറമ്പോക്ക് ഉണ്ടെത്തിട്ടെ ഇങ്ങോട്ട് പോകുന്നുള്ളൊരു ചോദ്യമില്ല അമ്മേ. എങ്ങോട്ട് ഞങ്ങൾ പോകണം? അങ്ങനെ എങ്ങും പോകില്ല. ഇവിടെ തന്നെ എടുക്കുള്ളൂ. എങ്ങും പോകണില്ല. മക്കളും അമ്മനെ പോലെ പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഉണ്ട്. ക്യാൻസർ രോഗികളുണ്ട്, ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളവരുണ്ട്. എനിക്ക് ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ആണ്. എൻ്റെ കൈ ഒടിഞ്ഞ് സീരിട്ടായത്. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് അവരെ ചാത്തി വെച്ച് നീര് തരാണ്ട അമർത്തി പിടിച്ച് അതിന് എന്തോരം കൈമറ്റിട്ട് ഇടിച്ച് ഈ കൈ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഈ കൈ അങ്ങോട്ടായി ഒരു പോലീസുകാരി. ചേച്ചി എന്തായാലും ഇവിടെ സമരത്തിൽ ആണാണ്. കാരണം ഞങ്ങൾക്ക് പിന്നെ പോകാൻ ഒരിടമില്ലല്ലോ. ഞങ്ങൾ ഇത്രയും വീട്ടുകാർ ഇനി എങ്ങോട്ട് പോകും? ഇവരിപ്പോൾ ഇറക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട്? ഞങ്ങൾക്ക് പറയുമ്പോൾ തന്നെ സങ്കടം. കാരണം ഇത്രയും വർഷം ഞങ്ങൾ താമസിച്ചിട്ട് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് എങ്ങോട്ട് പോകാനാ? അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഉറച്ചിരിക്കും. മരിക്കാൻ പറ്റുന്നവരൊക്കെ മരിക്കും, അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യണം? മക്കളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും സുഖമില്ലാത്ത കൊച്ചന്മാരും ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമില്ലാത്തൊക്കെയാണ്. എല്ലാവർക്കും ഹാർട്ട് പേഷ്യൻ്റാണ്. പിന്നെ ക്യാൻസർ രോഗിയുണ്ട്, വയസ്സായിരിക്കുന്നവരുണ്ട്, പിന്നെ കൊച്ചുമക്കൾ. ഇവരെ കൊണ്ട് എവിടെ പോകണമെന്ന് ഇത്ര 8-9 വീട്ടുകാർ എങ്ങോട്ട് പോകണം എന്നൊരു തീരുമാനത്തിലെത്താതെ ഞങ്ങളെ പിടിച്ചിറക്കാമെന്ന് വെച്ചാൽ അത് നടക്കണ കാര്യമല്ല. ഞങ്ങൾ ഇറങ്ങൂല എന്ന് പറയാൻ കാരണം ഞങ്ങൾക്കൊരു സ്ഥലം ഇല്ല പോകാൻ. പുനരധിവാസമൊക്കെ നിങ്ങൾ ആവശ്യമില്ല, അതൊന്നും അംഗീകരിച്ചിട്ടില്ല. പുനരധിവാസം തരാണ്, അതാണ് ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾക്ക് അത് അംഗീകരിച്ച് തരട്ടെ. അവരത് അംഗീകരിച്ച് ഞങ്ങൾക്ക് വീടും സ്ഥലം തരട്ടെ. അപ്പം ഞങ്ങൾ ഇറങ്ങി കൊടുക്കാം. അവർക്ക് ഇതന്നെ വേണം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. ഞങ്ങൾ ഇവിടുന്ന് അല്ലാതെ ഞങ്ങൾ മാറില്ല. ഞങ്ങൾക്ക് ഒരിടവും ഇല്ല മാറാനായിട്ട്. അതുകൊണ്ടാണ് അത് നടക്കൂല. അത് വലിയ നിയമ പോരാട്ടമല്ലേ. ഇപ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് വരെ പ്രതിഷേധിക്കുകയാണ്. അങ്ങനെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ട ഒരു അവസ്ഥ പോലെ അങ്ങനെയൊക്കെയാണ്. അതെ, ഒരുപാട് മക്കളും പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. കൈ കഴിഞ്ഞിട്ടില്ല. ഇത് പുറമ്പോക്കാണ്. അത് അവരോട് അളക്കാൻ പറഞ്ഞ് അളക്കില്ലാത്തതേ. ഇത് പുറമ്പോക്കാം. 2 ഏക്കർ 90 സെൻറ്റ് സ്ഥലമുണ്ട് ഞങ്ങളിപ്പോൾ കിടക്കേണ്ട സ്ഥലം. ഇതൊക്കെ പെരിയാർമാരുടെ പുറമ്പോക്കാണ്. അവർ അളക്കില്ലല്ലോ. അവരെ അളക്കില്ല. അവർക്ക് നേരത്തെ ഞങ്ങൾ ഇവിടെ കൈ കയറുമ്പോൾ വീട് വയ്ക്കുമ്പോൾ തന്നെ അനിയില്ല. അവർക്ക് ആധാരമൊന്നും ഉണ്ടായില്ല. ഇപ്പം അവർ 80-ൽ ഉണ്ടാക്കിയ ആധാരം കൊണ്ട് അവർ കള്ളാധാരം കൊണ്ടുവരുന്നതാണ്. ഞങ്ങൾ കുഞ്ഞിൽ 75 തൊടിക്കുള്ള കേസാണത്. അന്നേരത്ത് അവർക്ക് വീട് വേണ്ടായിരുന്നു. അയാൾ മരിച്ച വീട്ടിലെ കാരണവരും മരിച്ചു, എൻ്റെ ഭാര്യയെ മരിച്ചു. അത് മക്കളുടെ ഭർത്താക്കന്മാരാണ് ഇപ്പം ഈ യുദ്ധത്തിന് അറിയിക്കണം. മക്കളും വക്കീലായിട്ടാണ് ഇപ്പോൾ അവർ 80-ൽ ആധാരം ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ വരണത്. അതായത് ഞങ്ങൾ പെര ചിപ്പം വെച്ചിട്ട് കിടക്കാണ് ഇവർ പറയുന്നത്.